കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി. ബജറ്റിനെ അപലപിക്കുന്നു എന്നും കസേര നിലനിർത്താൻ ചിലരെ സന്തോഷിപ്പിക്കാനുമുള്ള ബജറ്റെന്നും രാജ്യസഭയിൽ മല്ലികാർജ്ജുന ഖാർഗെ വിമർശിച്ചു. അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ ധനമന്ത്രി ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം ഉന്നയിച്ചത്. മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ആന്ധ്ര, ബീഹാർ സംസ്ഥാനങ്ങളെ ഒഴിച്ച മറ്റ് സംസ്ഥാനങ്ങളെ പരിഗണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ മുന്നണി ഇന്ത്യ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിച്ചു. കേരളത്തിനോടുള്ള അവഗണനയിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരും പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. ബജറ്റിൽ ഒരു സംസ്ഥാനങ്ങൾക്കും ഒന്നും നൽകിയില്ലെന്നും 2 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഗുണം ഉണ്ടായതെന്നും രാജ്യസഭ പ്രതിപക്ഷ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. കസേര സംരക്ഷിക്കാൻ ചിലരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ബജറ്റെന്നും ബജറ്റിനെ അപലപിക്കുന്നുവെന്നും പ്രതിഷേധിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. ना तमिलनाडु को मिला, ना केरला को मिला, ना कर्नाटक को मिला, ना महाराष्ट्र को मिला, तो मैं कितने गिनूं? ओडिशा को कुछ नहीं दिया. तो ऐसा बजट मैं कभी नहीं देखा. और ये सिर्फ किसी को खुश करने के लिए, कुर्सी बचाने के लिए वो ये सब हुआ है. ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞ് രംഗത്തെത്തി. ബജറ്റ് പ്രസംഗത്തിൽ പേര് പരാമർശിക്കാത്തത് എങ്ങനെ അവഗണന ആകുമെന്ന് ചോദിച്ച നിർമ്മല സീതാരാമൻ കോൺഗ്രസ് ബജറ്റിൽ സംസ്ഥാനങ്ങളെ അവഗണിച്ചിരുന്നുവെന്നും ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമെന്നും തിരിച്ചടിച്ചു. This is a deliberate attempt, and I'm saying this with responsibility. This is a deliberate attempt of the opposition parties led by the Congress party to give an impression to the people, oh, nothing has been given to our states. ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് പുറത്തും ശക്തമായ പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷ മുന്നണി ഇന്ത്യയുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.